നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2025 സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഓരോ രാശിക്കൂറുകാരുടെയും വിശദമായിട്ടുള്ള പഠനങ്ങളിലൂടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഓരോ നക്ഷത്രക്കാർക്കും രാശി അനുസരിച്ച് പറയാത്തതായിട്ടുള്ള വിശേഷ ഫലത്തെയും ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെയും നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെയും പ്രതിപാദിച്ചു വരികയായിരുന്നു. ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷം 2025 എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള യുവാക്കൾക്ക് സേനാ വിഭാഗങ്ങളിലൊക്കെ ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. യാത്രകൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ ചെയ്യുന്നവർ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല വാർത്തകളൊക്കെ ശ്രവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് അതിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അനുകൂല വിധി കോടതി വ്യവഹാരങ്ങളിൽ ലഭിക്കുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് അതിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. പൊതുവെ കാർത്തിക നക്ഷത്രക്കാരുടെ സാമ്പത്തിക വിഷമതകളൊക്കെ മാറുന്ന സമയമാണ് എന്ന് പറയാം. വിവാഹാലോചനകളൊക്കെ വിവാഹത്തിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. പൊതുവെ അലസത ഉണ്ടായിരുന്ന കഴിഞ്ഞ വർഷത്തേക്കാൾ അലസതയൊക്കെ വെടിഞ്ഞ് കർമ്മരംഗത്ത് ശോഭിക്കാനായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും. ദോഷശാന്തിക്കായി കാർത്തിക നക്ഷത്രക്കാർ പൊതുവായിട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. കാർത്തിക നക്ഷത്രക്കാർ സൂര്യദശയിലാണ് ജനിക്കുന്നത്. ഏകദേശം 3 വയസ്സ് വരെ സൂര്യദശ എന്ന് കണക്ക് കൂട്ടാം. പൊതുവെ 6 വർഷമാണ് സൂര്യദശാകാലം. പകുതി എന്നുള്ള കണക്കുകൂട്ടലിൽ നമുക്ക് ദശാകാലത്തെ ഒന്ന് വിലയിരുത്തി നോക്കാം. അതിനുശേഷം ഏകദേശം 13 വയസ്സ് വരെ ചന്ദ്രദശ, പിന്നീട് ഏകദേശം 20 വയസ്സ് വരെ ചൊവ്വാദശ. ഈ സമയങ്ങളൊക്കെ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല. അതിനുശേഷം രാഹുർ ദശയിൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണം, വിവാഹം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുർ ദശാകാലമുള്ളവർക്കാണ് ലഭിക്കുന്നത്. ഏകദേശം 20 വയസ്സിന് മുകളിൽ 38 വയസ്സ് വരെ രാഹുർ ദശ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടാം. രാഹുർ ദശാകാലത്ത് സർപ്പക്ഷേത്രങ്ങളിൽ നിത്യം ദർശനം നടത്തുന്നതും ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കും. അതിനുശേഷം ഏകദേശം 54 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അവതാര വിഷ്ണു ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ഒക്കെ നിത്യം ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക, വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഉപവാസങ്ങൾ നടത്തുന്നതും ഒക്കെ ഗുണഫലത്തെ നൽകും. അതിനുശേഷം ഏകദേശം 73 വയസ്സ് വരെ ശനിദശാകാലമായിരിക്കും. അതും അനുകൂലപ്രദമാണ് എന്ന് തന്നെ പറയാം. ശാസ്താഭജനം ചെയ്യുക, ദോഷഫലങ്ങൾ ഇല്ലാതായി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ചന്ദ്രദശയും രാഹുർ ദശയും ശനിദശയുമാണ് അനുകൂല ദശാകാലങ്ങൾ. ജാതകത്തിൽ ഈ ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റ് ദശാകാലങ്ങളിൽ പറഞ്ഞ ദോഷപരിഹാരങ്ങളെ ചെയ്യുക. പൊതുവായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമായി പറയാനുള്ളത്. കൂടുതൽ ഫലങ്ങൾ അറിയണമെങ്കിൽ രാശിഫലത്തെ പറഞ്ഞിട്ടുള്ളത് കേൾക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ രോഹിണി നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.